Hi students, welcome to ASF Academy. I am Femin. Today we are going to discuss nature of management. Business management എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് വീഡിയോ ആണത്. നാച്ചർ ഓഫ് മാനേജ്മെന്റ്. ഓൾറെഡി മാനേജ്മെന്റ് മീനിങ്, ഡെഫിനേഷൻ, കൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ബിസിനസ് മാനേജ്മെന്റിന്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നാച്ചർ ഓഫ് മാനേജ്മെന്റ്. ഒരു ഷോർട്ട് എസ്സേക്കൊക്കെ ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ് നാച്ചർ ഓഫ് മാനേജ്മെന്റ്. എസ്സേക്ക് അങ്ങനെ ചാൻസസ് ഇല്ല, ഷോർട്ട് എസ്സേക്ക് കൂടുതൽ ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ് നാച്ചർ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ടോട്ടലി 12 പോയിന്റ്സ് 12 ഹെഡ് ആയിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1 by 1 ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ കാരണം മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ഫോം ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ എനിവെയർ. മാനേജ്മെന്റിന്റെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ടുഗദർ എന്നുള്ളൊരു സെറ്റ് വരികയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലെല്ലാം മാനേജ്മെന്റിന്റെ ആവശ്യമാണ്. മാനേജ്മെന്റ് ഈസ് നീഡഡ് whenever people work together. എവിടെയെല്ലാം ആൾക്കാർ, എംപ്ലോയീസോ മറ്റാൾക്കാർ, ഇപ്പം എംപ്ലോയീസ് ഇൻ ദ സെൻസ് ബിസിനസ്സിൽ, ഇനി നോൺ ബിസിനസ് ആണെങ്കിൽ തന്നെ അവിടെ എവിടെയൊക്കെയോ ആൾക്കാർ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാനേജ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഒരു ബിസിനസ്സിൽ മാത്രമല്ല, എക്കണോമിക്സിലാവാം, സോഷ്യലിലാവാം, റിലീജിയൻ, എഡ്യൂക്കേഷനിൽ, വെനെവർ, എവിടെ വേണമെങ്കിലും ഏത് കൺസെപ്റ്റിനും മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? സെക്കൻഡ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് ആണെന്നാണ്. എവറി ഫേം ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. എന്തിനു വേണ്ടിയിട്ട്, എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ എന്താ റൺ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസസ് ഓഫ് അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഓർഗനൈസേഷൻ ഗോൾ അല്ലെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ് എവറി ഓർഗനൈസേഷൻസും റൺ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്നത് ആ പ്രീഡിറ്റർമൈൻഡ് ആയിട്ടില്ല, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ല ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ആണ്. മാനേജ്മെന്റ് പെർഫോം ഓൾ ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീഡിറ്റർമൈൻഡ് ഗോൾസ്. ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ട എല്ലാ ആക്ടിവിറ്റീസ് ആണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ഇങ്ങനെയുള്ള കുറെ ആസ്പെക്ട്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് മാനേജ്മെന്റ് ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ട ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ്. ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുക. ആ ഗോള് എന്താണ് ഗോൾ ഓറിയന്റഡ് പറഞ്ഞ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത് അല്ലെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ്. തേർഡ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റി ആണെന്ന് പറയാൻ കാരണം എല്ലാ മാനേജ്മെന്റ് ഫംഗ്ഷനിലും ഇൻവോൾവ് ആവുന്ന ആരാണ്? ഇൻഡിവിജ്വൽസ്, പീപ്പിൾസ്, ഹ്യൂമൻ ബീയിങ്സ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസ് ആണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ചെയ്യുന്നത് അല്ലേ? എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ മാനേജ്മെന്റ് ആക്ടിവിറ്റീസും ഡിസ്ചാർജ് ചെയ്യണ ഇൻഡിവിജ്വൽ ഡിസ്ചാർജ് ഓൾ മാനേജ്മെന്റ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് എക്സെട്ര. എന്ത് ആക്ടിവിറ്റീസ് ആണ് അത് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ് ആണ്. നോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഓർ റോബോട്ട്സ് cannot be do such a ഫങ്ഷൻസ് അല്ലെങ്കിൽ cannot perform such a functions. ആ ഫങ്ഷൻസ് ഒരിക്കലും ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന് ചെയ്യാൻ പറ്റില്ല. നോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്യാൻ പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസിന് ചെയ്യാൻ കഴിയില്ല. അവിടെ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഈവൻ ദോ ഇൻഡിവിജ്വൽസ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിലും ഇറ്റ് cannot be സീൻ ചെയ്യാൻ കഴിയില്ല. വി ക്യാൻ ഓൺലി ബി ഫെൽറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ, ഒരിക്കലും കാണാൻ കഴിയും. ഇൻഡിവിജ്വൽസ് ആണ് പെർഫോം ചെയ്യുന്നതിൽ കൂടി നമുക്ക് മാനേജ്മെന്റ് ചെയ്ത ആക്ടിവിറ്റി ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ, കാണാൻ കഴിയില്ല. ഓക്കെ, സോ മാനേജ്മെന്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി അറിയാം.
Fourth point, management is a professional. Management, some of authorities argue that management is a professional. Management എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആണ് എന്നാണ് പലരും ആർഗ്യൂ ചെയ്യുന്നത്. അതിനെ എതിർക്കുന്നവരും ഉണ്ട്, പലരും അതിനെ എതിർക്കുന്നവരും ഉണ്ട്. എങ്കിൽ കൂടി നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ എന്ന് പറയാൻ കാരണം, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് പറയാം ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അവരൊക്കെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് ഒരു പ്രൊഫഷണലിസം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഫഷണലിസം പറയുമ്പോൾ അവിടെ വെൽ ഡിഫൈൻഡ് അല്ലെ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടാവും. അതിന് പെർട്ടിക്കുലർ നോളജ്, MBBS ഡോക്ടറിന് വേണ്ടിയിട്ട്, LLB ലോയേഴ്സിന് വേണ്ടിയിട്ട്. സോ അവിടെയൊക്കെ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് നോളജ്, അതേപോലെ നോളജിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് മാനേജ്മെന്റിനും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പ്രൊഫഷണലിസം പറയാനുള്ള ഒരു റീസൺ. നമുക്ക് ഒന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് പറയുമ്പോൾ, CA പഠിക്കണമെങ്കിൽ അതിന് സെറ്റ് ഓഫ് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബുക്സും എല്ലാം ഉണ്ട്. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സാംസ് പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാർട്ടർ അക്കൗണ്ട് ആവാൻ പറ്റുള്ളൂ. MBA ഫുൾഫിൽ ചെയ്യണമെങ്കിലും നമുക്കൊരു സിലബസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ MBA നമുക്ക് ആ ഒരു പ്രൊഫഷണൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് മാനേജ്മെന്റിന് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം. അത് നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് റെസ്ട്രിക്റ്റ് എൻട്രി എന്ന് പറയാം. ഇതിലെല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് എൻട്രി ചെയ്യാൻ കഴിയില്ല. MBBS എടുക്കണമെങ്കിൽ, LLB എടുക്കണോ, അതിനൊരു എൻട്രൻസ് ഇല്ലേ, ആ എൻട്രൻസ് പാസ്സായാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ MBBS പഠിക്കാനുള്ള ഒരു എൻട്രി കിട്ടുന്നത്. അതേപോലെ തന്നെ MBAക്കും ഉണ്ട്, നമ്മളറിയാം മാറ്റ് എക്സാം, അത് പാസ്സായാലാണ് MBA നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ചാർട്ടർ അക്കൗണ്ടിനും ഉണ്ട് ഒരു എൻട്രൻസ് CPT. അങ്ങനെ അത് പാസ്സായാൽ മാത്രമേ അതിനും നമ്മൾക്ക് എൻട്രി കിട്ടുള്ളൂ. സോ റെസ്ട്രിക്റ്റീവ് എൻട്രി മറ്റ് പ്രൊഫഷണലിസം പോലെ തന്നെ മാനേജ്മെന്റിലും ഉണ്ട്. ഓക്കെ, അതൊരു പോയിന്റ്. ഫസ്റ്റ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്, റെസ്ട്രിക്റ്റീവ് എൻട്രി ആണ്. തേർഡ് പോയിന്റ് ആണ് പ്രൊഫഷണലി അസോസിയേഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്തിനുണ്ട്, മാനേജ്മെന്റിനുണ്ട്. നമുക്കറിയാം MBAക്ക് അല്ല MBBS ഡോക്ടർമാർക്കാണ് അവർക്കൊരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട് ഇല്ലേ, മെഡിക്കൽ പ്രാക്ടീഷണർ പറഞ്ഞിട്ട് അവരുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിംഗ്സ് ഉണ്ട്. മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അവരുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിംഗിൽ അവർക്കൊരു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാർ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ ഫോർ ലീഗൽ പ്രാക്ടീഷണേഴ്സ്, ലീഗൽ പ്രാക്ടീഷണേഴ്സ് പറയുന്ന LLB ലോയേഴ്സ്, അവർക്കും ഉണ്ട് ബാർ കൗൺസിലിംഗ് പറഞ്ഞിട്ട്. അതേപോലെ നമുക്കും ഉണ്ട്. നമ്മളിപ്പോ ഈ ഒരു ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണെങ്കിൽ, ബാർ കൗൺസിലിംഗ് ആണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഇതേപോലെ മാനേജ്മെന്റ് ഫീൽഡിനും ഒരു അസോസിയേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെ സ്റ്റാറ്റ്യൂട്ടറി അസോസിയേഷൻ അല്ല, നിർബന്ധിതമായ ഒരു അസോസിയേഷൻ അല്ല. ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി. മെമ്പർഷിപ്പ് ഓഫ് ദീസ് അസോസിയേഷൻ ഈസ് നോട്ട് കമ്പൽസറി കണ്ടീഷൻ ടു ബിക്കം എ മാനേജർ. മാനേജർ ആവണം എന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നൊരു നിർബന്ധമില്ല, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറയണില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് വെച്ചിട്ട് എക്സാക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത്. ഓക്കെ, എങ്കിൽ കൂടി മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആണ്. മറ്റ് ഇപ്പൊ ലോയേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ പറയുന്ന പോലെ ഇതിലും ഒരു സർവീസ് മോട്ടീവ് ഉണ്ട്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ മാനേജേഴ്സും വർക്ക് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു മാനേജേഴ്സിന്റെ എത്തിക്സിൽ വരുന്നത്. സോ മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ എന്ന് പറയാം. നെക്സ്റ്റ് മാനേജ്മെന്റ് ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ആർട്ടും ആണ് സയൻസും ആണ് എന്നാ പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എ ബോഡി ഓഫ് വെരിഫൈഡ് സിസ്റ്റമാറ്റിക് നോളജ് ആണ്. ഇതിൽ എന്താ ഇപ്പൊ സയൻസ് പറഞ്ഞാൽ എന്താ, അതൊരു എക്സ്പെരിമെന്റോ ടെസ്റ്റ് ചെയ്തോ വഴി നമ്മൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ്. ആർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കലയാണ്. നമ്മൾ ത്രൂ അതിലും ഈ ആർട്ടിലും ഉണ്ട് ഒരു പെർട്ടിക്കുലർ നോളജ്. ഇപ്പൊ ഒരു ഡാൻസ് ആട്ടെ, പാട്ട്, അതൊക്കെ ഒരു ആർട്ടാണ്. അതിലും അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിലും ഒരു പെർട്ടിക്കുലർ പാട്ടിലാണോ ഡാൻസിലാണോ അതിന്റെ ഒരു നോളജ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് അതിലേക്ക് വന്നത്. പക്ഷെ ആർട്ടിന്റെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പെർഫെക്ഷൻ വരികയാണ്. മാനേജ്മെന്റിൽ ഈ ആർട്ടും സയൻസും ഉണ്ട് പറയാൻ കാരണം, മാനേജ്മെന്റിൽ ഒരു സെറ്റ് ഓഫ് നോളജ് ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്കൊരു കമ്പൽസറി ആയിട്ട് certain ബോഡി ഓഫ് വെരിഫൈഡ് സിസ്റ്റമാറ്റിക് നോളജ് ഉണ്ട്. ആ നോളജിനെ നല്ല ആർട്ട് ഫോമിലാണ് മാനേജേഴ്സ് യൂസ് ചെയ്യാന്ന് പറയാം. കാരണം ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടത് ഓരോ രീതിയിലേക്കാണ്. നമുക്ക് അറിയുന്ന ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ പനി എന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ പാരസെറ്റമോൾ തരും എന്ന് പറയും. അതേപോലെ നമുക്ക് എല്ലാ സിറ്റുവേഷനും, പനി എന്ന് പറയുന്ന എല്ലാ സിറ്റുവേഷനുകൾക്കും അവർക്ക് പാരസെറ്റമോളോ വാമോളോ പനിക്കില്ല മരുന്ന്
എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. പക്ഷേ നമ്മളെ മാനേജ്മെന്റിൽ ഓരോ സിറ്റുവേഷനും ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു, അതിനൊരു സൊല്യൂഷൻ മാനേജേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതേ പ്രോബ്ലം നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ അതേ സൊല്യൂഷൻ ആവണം എന്നില്ല. അത് ആർട്ട് ഫോമാണ്. ആ ക്രിയേറ്റിവിറ്റി അവിടെ മാനേജേഴ്സിന് കൊണ്ടുവരാം. അതുകൊണ്ടാണ് സയൻസും ആർട്ടും ആണെന്ന് പറയാം. മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ് പറയാം. കാരണം മാനേജ്മെന്റിന്റെ ഐഡിയാസ് കൺസെപ്റ്റ് എല്ലാം മറ്റ് പല കൺസെപ്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. മാനേജ്മെന്റ് ഇന്റഗ്രേറ്റ് ദ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് ടേക്ക് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ്. മറ്റ് ഡിസിപ്ലിൻസിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്തതാണ്, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തതാണ് മാനേജ്മെന്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൈക്കോളജി ആവാം, എക്കണോമിക്സ് ആവാം, സോഷ്യോളജി ആവാം, സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, ഓപ്പറേഷൻ റിസർച്ച് ആവാം. അങ്ങനെ പല 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 ഫീൽഡിൽ നിന്ന് അതിനെല്ലാം കൺസെപ്റ്റിൽ നിന്ന് നമ്മൾക്ക് വേണ്ടത് എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാം. ഓക്കെ, സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയാൻ ഡൈനാമിക് ആണ്. മാനേജ്മെന്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് അല്ല, പക്ഷേ ഇതെന്താ ഡൈനാമിക് ആണ്. ഈ വരുന്ന ചേഞ്ചസ് നമ്മളുടെ എൻവയോൺമെന്റ് പല ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഇന്ന് കണ്ടതാവില്ല നാളത്തെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കംസ്റ്റൻസസ് ആണ്. ആ വരുന്ന ചേഞ്ചസ് എല്ലാം അഡോപ്റ്റ് ചെയ്യാൻ മാനേജേഴ്സ് റെഡിയാണ്. അവരത് ആ ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുക്കും. അതേപോലെ അത് നമ്മളുടെ ബിസിനസ്സിനെ ഏത് രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കമ്പനിക്ക് ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ശ്രദ്ധിക്കും. സോ മാനേജ്മെന്റിൽ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല, അത് ഡൈനാമിക് ആണ്. ഇറ്റ് അഡോപ്റ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് ആൻഡ് ഓൾസോ ഇനിഷ്യേറ്റ് ഇൻട്രൊഡ്യൂസ് ദാറ്റ് ചേഞ്ചസ് ഇനിഷ്യേറ്റ് ചെയ്യാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാനേജ്മെന്റ് തയ്യാറാണ്. സോ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക്. നെക്സ്റ്റ് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. നേരത്തെ മാനേജ്മെന്റ് ഹ്യൂമൻ ബീയിങ്ങിൽ വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മാനേജ്മെന്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽസ് ആണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഡിസ്ചാർജ് ചെയ്യാന്, എങ്കിൽ കൂടി അത് നമുക്ക് കാണാൻ പറ്റില്ല, ഫെൽറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു ആസ്പെക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഇൻടാഞ്ചിബിൾ എന്ന് പറയാം. മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആണ്. ഇറ്റ് കനോട്ട് ബി സീ വിത്ത് ഐസ് ഓർ ടച്ച്ഡ്. നമുക്ക് കാണാൻ പറ്റില്ല, അവിടെ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ റിസൾട്ട് ഫെൽറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ മാനേജ്മെന്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ. നെക്സ്റ്റ് ഡിസ്റ്റിങ് പ്രോസസ്. 9th പോയിന്റ് ഡിസ്റ്റിങ് പ്രോസസ്. മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ് പ്രോസസ്, വെൽ ഡിഫൈൻഡ് പ്രോസസ് ആണ്. അത് എങ്ങനെയാണ് നമ്മൾ ആ പ്രോസസ്സിനെ ഫുൾഫിൽ ചെയ്യുന്നത് അല്ലെ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അവിടെ ഉള്ള മറ്റുള്ളവരുടെ എഫേർട്ട് എടുത്തിട്ട് മറ്റുള്ളവരുടെ എഫിഷ്യൻസി യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാണ് ചെയ്യുന്നത്. ആ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ പ്രോസസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ത്രൂ അതേഴ്സ് എഫേർട്ട്, മറ്റുള്ളവരുടെ എംപ്ലോയീസിന് എഫേർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും മാനേജ്മെന്റ് അവർ സ്വയം അല്ല ചെയ്യുന്നത്, ഡൂയിങ് ഇറ്റ് സെൽഫ് അല്ല. അവരൊരിക്കലും റാദർ ഇത് എഫേർട്സ് ഓഫ് അതേഴ്സ്, അത് മറ്റുള്ളവരുടെ എഫേർട്സ് യൂസ് ചെയ്തിട്ടാണ് അവര് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും മാനേജ്മെന്റ് സ്വയം ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ അവിടുത്തെ ഇൻഡിവിജ്വൽസ്, ഒരുപാട് ഇൻഡിവിജ്വൽസ് കൂടിയതാണല്ലോ ആ മാനേജ്മെന്റിന്, അവരുടെ എഫേർട്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റിന് സ്വയം ചെയ്യല്ല ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ് പ്രോസസ്. നെക്സ്റ്റ് മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. സിസ്റ്റം ഓഫ് അതോറിറ്റി ആണെന്ന് പറയാൻ കാരണം അതോറിറ്റി എന്നുള്ളത് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഈസ് കൺസിഡർ ആസ് എ ബേസ് ഫോർ പെർഫോമൻസ് ഓഫ് മാനേജിങ് ഫംഗ്ഷൻ. മാനേജിങ് ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റിലാണ് ഇവിടെ അതോറിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കുക, അല്ല റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്, അതേപോലെ പവർ ടു ഗെറ്റ് ദം എക്സിക്യൂട്ട്. മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കുകയും അവരെ അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുള്ളൊരു പവറും ഉണ്ടാവും. സോ ഇവിടെ അതോറിറ്റി എന്ന് പറയാൻ മാനേജ്മെന്റ് ഒരിക്കലും സ്വയം ചെയ്യുകയല്ല എന്ന് ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു. മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ടു ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ള എംപ്ലോയീസിനെ കൊണ്ട് പീപ്പിൾസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പർപ്പസിന് അതോറിറ്റി ഈസ് നെസസറി. അതോറിറ്റി പറയുന്നത് നെസസറി ആണ്. സോ ഇവിടെ മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽ ഓഫ് എന്റർപ്രൈസസ്. ബിസിനസിന്റെ എല്ലാ ലെവലിലും, ഈവൻ ലോ ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, ഹയർ ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവലിലും മാനേജ്മെന്റ് എന്ന് പറയുന്നത് നെസസറി ആണ്. മാനേജേഴ്സിന്റെ ഫംഗ്ഷൻ സെയിം ആയിരിക്കും. മാനേജ് ചെയ്യാനുള്ള മാനേജേഴ്സിന്റെ ഫംഗ്ഷൻ ഏത് ലെവലിലാണെങ്കിലും
സെയിം ആയിരിക്കും. മാനേജേഴ്സ് പെർഫോം ദ സെയിം ഫംഗ്ഷൻ വെദർ ഹി ബിലോങ് ടു ടോപ്പ് ഓർ മിഡിൽ ഓർ ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ആൻ ആക്ടിവേറ്റിംഗ് ഫാക്ടർ ആണ് മാനേജ്മെന്റ് എന്ന് പറയാം. മാനേജ്മെന്റ് ഷുഡ് ആക്ടിവേറ്റ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? മറ്റുള്ളവരെ ആ വർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഡിസൈർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ് മാനേജേഴ്സ് ചെയ്യുന്നത്. ദ മാനേജേഴ്സ് ഷുഡ് മോട്ടിവേറ്റ് അതേഴ്സ് ടു അക്കംപ്ലിഷ് ഡിസൈർ റിസൾട്ട്. മറ്റുള്ളവരുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാണ് മാനേജേഴ്സ് ചെയ്യുക. സോ മാനേജ്മെന്റ് ഈസ് എൻ ആക്ടിവേറ്റിംഗ് ഫാക്ടർ. ആക്ടിവേറ്റ് ചെയ്യുക, ബാക്കിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് 12 പോയിന്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.